ഈ പുതിയ തലമുറയെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ചുകൊണ്ടൊരു ഒരു രീതിയുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. ഇപ്പം നിങ്ങളൊക്കെ അത് കേൾക്കും, നിങ്ങളുടെ തലമുറ ശരിയല്ല, നിങ്ങൾ അങ്ങനെയാണ്. ഇത് ഞങ്ങളുടെ തലമുറ നിങ്ങളുടെ പ്രായത്തിലായിരുന്നു ഇത് തന്നെ കേട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും തിരിച്ചു പറയും, പുതിയ തലമുറ വളരെ നല്ലവരാണ്. അവർ കാര്യങ്ങൾ ഗ്രഹിക്കുന്ന രീതി വേറെയാണ്. ഫോർ എക്സാമ്പിൾ, അവർ ഈ ഗാഡ്ജറ്റ്സിനകത്ത് ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിൽ ജനിച്ചു വളർന്നവരാണ്. അപ്പോൾ എന്ത് വെച്ചാൽ അവരുടെ അനുഭവങ്ങൾ വേറെയാണ്. അപ്പം നമുക്ക് അല്ലാത്തൊരു അനുഭവമുണ്ട്. ഈ അനുഭവം പഠിപ്പിച്ചു കൊടുക്കാനേ പറ്റും. അല്ലാതെ അവരെ നിന്ന് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയരുത്. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, അതിൻ്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്താൽ ആ ശരിക്കൊരു ഭംഗി കൂടും എന്ന് പറഞ്ഞു വേണം പുതിയ തലമുറ ഒന്ന് വളർത്തിയെടുക്കാൻ. ഇതിപ്പോൾ എന്തൊരു ഒരു ഡിവൈഡുണ്ട് ഈ പഴയ തലമുറയും പുതിയ തലമുറ. അയ്യോ കൃഷ്ണകുമാറിയെ, പുതിയ തലമുറ ഭയങ്കര കുഴപ്പം, അങ്ങനെ പറയാനേ പാടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, അങ്ങനെ എനിക്ക് അസൂയാണ് നിങ്ങളുടെ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം എൻ്റെ ആഗ്രഹങ്ങൾ നിങ്ങളെ അടിച്ച് പൊളിച്ച്, ഫോർ എക്സാമ്പിൾ ഇന്ന് എൻ്റെ മക്കൾ ഉൾപ്പെടെ ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ബോയ്സ് കൂടുതലുണ്ട്, ഗേൾസ് എല്ലാവരും മിങ്കിൾ ചെയ്യുന്നു. പണ്ട് ഇതൊരിക്കലും പറ്റാത്തൊരു കാര്യമായിരുന്നു, എന്നാൽ ഇതെല്ലാം ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം ഇന്ന് എനിക്കൊക്കെ അന്ന് പറ്റാത്ത കാര്യം നിങ്ങളത് എൻജോയ് ചെയ്യുമ്പോൾ ഒന്നും ശരിയല്ല എന്നങ്ങ് പറഞ്ഞത്. ഇത്രേ ഉള്ളൂ വിഷയം.